വഞ്ചിയൂർ കോടതിയിൽ സീനിയർ അഭിഭാഷകൻ ബെയ്ലിൻ ദാസ് ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച സംഭവം ഉണ്ടായിട്ട് 1 മാസം പിന്നിടുകയാണ്. ദിവസങ്ങൾ പിന്നിടുമ്പോൾ പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെയെല്ലാം അതിജീവിക്കാമെന്ന് പറഞ്ഞു തരികയാണ് മർദ്ദനത്തിനിരയായ അഡ്വക്കേറ്റ് ശ്യാമിലി. വഞ്ചിയൂർ കോടതിക്ക് സമീപം തന്നെ ഒരു ഓഫീസ് ആരംഭിച്ചു. ഇനിയും സ്വപ്നങ്ങൾ ഒരുപാടുണ്ടെന്നും അഭിഭാഷക പ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ്. മേഘന മുരളി തിരുവനന്തപുരത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. 1 മാസം മുമ്പ് സീനിയർ അഭിഭാഷകൻ ബെയ്ലിൻ ദാസ് ജൂനിയർ അഭിഭാഷകയെ മർദ്ദിക്കുകയും ആ അഭിഭാഷക ശ്യാമിലി സധൈര്യം അത് മാധ്യമങ്ങളുടെ മുന്നിലടക്കം വന്ന് പറയുകയും കേസുമായി മുന്നോട്ട് പോവുകയും ചെയ്ത സംഭവം നമുക്ക് ഓർമ്മയുണ്ടാകും. എന്നാൽ ഇന്ന് എനിക്ക് ശ്യാമിലിയെ പരിചയപ്പെടുത്താനുള്ളത് അങ്ങനെയല്ല. ശ്യാമിലി ഒരു സന്തോഷ വാർത്ത പങ്കുവയ്ക്കുന്നുണ്ടല്ലേ? എന്താണ് സന്തോഷം? സ്വന്തമായിട്ട് ഓഫീസ് എടുത്തു. അപ്പോൾ ഇനി ആരുടെയും കീഴിലല്ല, സ്വന്തമായിട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അതാണ് ആ സന്തോഷ വാർത്ത. ആദ്യം ഞാൻ കണ്ട ശ്യാമിലി ഇങ്ങനെയല്ല. അതായത് കരഞ്ഞ് നിസ്സഹായയായി എന്ത് ചെയ്യണമെന്ന് അറിയാതെ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതുമായി മുന്നോട്ട് പോകേണ്ടതെന്ന് അറിയാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ആ അവസ്ഥ എങ്ങനെയാണ് ഓർമ്മിച്ചെടുക്കുന്നത്? അതെ, അത് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ പറ്റുമെന്ന് കരുതുന്നു. അപ്പോൾ അതിനെ ഞാനൊരു പോസിറ്റീവായിട്ട് ഇപ്പോൾ എടുക്കുന്നു. അന്നത് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ ഇന്നത് ഞാൻ വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര പെട്ടെന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു ഓഫീസ് എടുക്കാൻ പറ്റിയത്. ഈ നെഗറ്റീവ് പറയുന്നവരോട് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ ഇനിയും അവർ നെഗറ്റീവ് പറയുമായിരിക്കും. എന്ത് കാര്യത്തിന് 2 വശം ഉണ്ടെന്ന് പറയുന്ന പോലെ അവർ നെഗറ്റീവ് പറയട്ടെ, അതൊക്കെ ഞാൻ പോസിറ്റീവായിട്ട് എടുക്കും. ഈ നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് അവർ സമയം കണ്ടെത്തുന്നു. അപ്പോൾ അവരെന്നെ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഒരു മനുഷ്യന് ഏറ്റവും വിലപ്പെട്ടത് സമയം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും ആ സമയം അവർ എനിക്ക് വേണ്ടി തരുന്നു. അതിനെ ഞാൻ പോസിറ്റീവായിട്ട് എടുക്കുന്നു. ഈ സമയത്ത് കേസിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, കേസ് എന്തായാലും കോടതിയിൽ നടക്കുന്നു. കോടതിയിലിരിക്കുന്ന കാര്യം അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. കഴിഞ്ഞ കാര്യം ഇനി എന്താണെന്ന് വെച്ചാൽ അത് കോടതി തീരുമാനിക്കട്ടെ എന്നേ ഉള്ളൂ. അത് അതിൻ്റെ വഴിക്ക് നടക്കുന്നു. എന്തായാലും ശ്യാമിലി തുടരും. അത്രയേ ഉള്ളൂ. എന്തായാലും ഞാനിവിടെ തന്നെ ഉണ്ടാകും. പ്രാക്ടീസുമായിട്ട് മുന്നോട്ട് പോകും. മാക്സിമം എന്നടുത്തോട്ട് എനിക്ക് എന്നെ തേടി വരുന്നവർക്ക് അവർക്ക് എന്താണോ ആവശ്യം അത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അതിനെൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായാലും ഏറെ അഭിമാനത്തോടു കൂടിയാണ് ശ്യാമിലി ഇന്ന് പരിചയപ്പെടുത്തുന്നത്. വഞ്ചിയൂർ കോടതിക്ക് സമീപം ഒരു ഓഫീസ് വളരെ വേഗം തന്നെ ആരംഭിച്ച് ശ്യാമിലി തൻ്റെ ജീവിതം കൊണ്ട് എങ്ങനെയാണ് അതിജീവിച്ച് വരേണ്ടത് എന്നുള്ളത് കാട്ടിത്തരികയാണ്. എന്തായാലും അഭിമാനിക്കാം. ക്യാമറമാൻ രഞ്ജിത്തിനോടൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം.